എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. നമുക്ക് മീൻ പീര പറ്റിച്ചത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 ചെറിയ അല്ലി വെളുത്തുള്ളി ഇത്രയും ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് പുളി ചേർത്ത് കൊടുക്കണം. പുളി ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ടേ ഉള്ളൂ, അത് കുതിർത്തിട്ടില്ല. ഒരു 4 പച്ചമുളക്, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് ഇത് തരിതരിപ്പായിട്ടൊന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുക്കുമ്പോൾ ഈ പുളിയെല്ലാം ഈ തേങ്ങയുടെ കൂടെ നന്നായിട്ട് യോജിക്കാനൊന്ന് ശ്രദ്ധിക്കുക. ഒട്ടും വെള്ളം ഒഴിക്കാതെ വേണം ചതച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ആ പച്ചമുളകും പുളിയും എല്ലാം ആ തേങ്ങയുടെ കൂടെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 350 ഗ്രാം മീൻ എടുത്തിട്ടുണ്ട്. ചെറിയ മത്തിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ മീനുകളായിരിക്കും പീര വറ്റിക്കാൻ കുറച്ചുകൂടി നല്ലത്. അതാകുമ്പോൾ നമുക്ക് ആ മുള്ളോട് കൂടി കഴിക്കുകയും ചെയ്യാം. നെത്തോലിയും പീര വറ്റിക്കാൻ നല്ലതാണ്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ ഒരു 6 അല്ലി ചെറിയുള്ളി ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് ഈ ചട്ടിയുടെ നടുഭാഗത്തോട്ടായിട്ട് നന്നായിട്ടൊന്ന് അമർത്തി വെച്ച് കൊടുക്കുക. നമ്മൾ തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറയും. അപ്പോൾ ഇതിനകത്തോട്ട് നന്നായിട്ട് ആവി കയറാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് അടിയിൽ പിടിക്കത്തില്ല. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഈ മീൻ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. ഇനി ഇത് ആവിയിലിരുന്ന് തന്നെ നന്നായിട്ട് അങ്ങ് വെന്തോളും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഇതിൽ നിന്ന് മസാലയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിനകത്തൊരു ചെറിയ നനവുണ്ട്. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് വെള്ളം സൈഡിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഇനിയിപ്പോൾ നമ്മൾ അധികം നേരം വെക്കുന്നില്ലല്ലോ, അപ്പോൾ വറ്റിച്ചെടുക്കാനും അത് പാടായിരിക്കും. ഇനി ഇതൊരു 5 മിനിറ്റും കൂടി ഇങ്ങനെ തന്നെ ഒന്ന് ഇരിക്കട്ടെ. വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ മീനിപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ തന്നെ ഒന്ന് അടച്ച് വെക്കുക. കുറച്ച് നേരം വെച്ചിരുന്ന് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുമ്പോഴായിരിക്കും കുറേ കൂടി നല്ലത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ കാണാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക്